ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഗൈസ്. ഗൈസ്, ഞാനിപ്പോൾ എവിടെ നിന്നറിയോ? മണാലിക്ക് പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഈ വഴി. ചേടാ വഴി കാണിക്കാൻ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഗുഹയ്ക്കകത്തായി പോയി. പുറത്തിറങ്ങട്ടെ. ഇതുപോലൊരു കാഴ്ച ലൈഫിൽ ഫസ്റ്റ് എങ്ങനെ ഒരു കാഴ്ച എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്. ശരിക്കും പൊളിയായിരുന്നു. ശരിക്കും പൊളി എന്ന് പറഞ്ഞാൽ പുറത്ത് എന്നെ രസമാണെന്ന് അറിയാം. വീഡിയോക്കത്തോട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്കറിയില്ല. ശരിക്കും ഇതാണ് ഗൈസ് നമ്മുടെ ഡ്രൈവർ ഏട്ടൻ. നരേന്ദർ സിംഗ് മച്ചാൻ. ലക്ഷ്മി ഹോളിഡേയ്സ് ഗൈസ്. വണ്ടിയുടെ സർവീസ് ഒക്കെ പൊളിയാ കേട്ടോ. സീരിയസ്ലി ഈ ചേട്ടനൊക്കെ ഭാഗ്യമില്ലേ, ശരിക്കും പൊളിയാ. എന്ന് വെച്ചാൽ എന്റെ വ്യൂ എന്നറിയോ, ശരിക്കും പൊളി വ്യൂ കേട്ടോ. ഇത് കിളി, നമ്മുടെ രീതി പറയാണ് നമ്മുടെ കിളി. അവര് ചേട്ടായി അവരൊക്കെ പുറകിൽ പോയിട്ട് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്നെ പൊളിയായി വെടികൾ ഓടിക്കാൻ. അയ്യോ, സ്വർഗത്തിലോട്ടൊക്കെ ഓടിക്കണം ശരിക്കും. ചേട്ടനൊക്കെ ഡ്രൈവ് സ്കിൽസ് കാണിച്ചു. ചേട്ടൻ പൊളി ഡ്രൈവ് ചെയ്യാൻ പൊളിച്ച്. ലൈഫില് ഒരിക്കലും വരേണ്ട സ്ഥലമാണ് ഇതെനിക്ക് വരുന്ന വഴി തന്നെ മനസ്സിലായി. എന്നെ രസം അറിയോ. അയ്യോ, ഞാൻ ഇങ്ങനെ വീഡിയോ പോലും എടുക്കാൻ മടിയായിരുന്നു. അത് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ശരിക്കും പൊളിയാട്ടോ എന്റെ മോനെ. പൊളി ഒരിക്കലും മിസ് ചെയ്യ റൂട്ട്. ശരിക്കും എന്റെ ഹാപ്പിനെസ് എന്തറിയോ, പീസ്ഫുൾ ആയിട്ടുള്ള യാത്ര. ഇത്ര നാളത്തെ ട്രിപ്പ് പോകുന്നില്ല, ലോകം വന്നപ്പോൾ എൻ്റെ ആയിട്ട് മനസ്സിലായി. ഇവരുടെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മള് രാത്രി 10 മണിക്ക് ഡൽഹിയിൽ നിന്ന് കയറും. 10 മണിക്ക് കയറിയ മോർണിംഗ് ഇത് 9:30 മോർണിംഗ് 9:30 9:00 വരും. 9:00 വന്ന് പിന്നെ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് 7 മണിക്കല്ലേ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഇവിടെ നിന്ന് റിട്ടേൺ പോയി അവിടെ വെച്ചിട്ട് ഇവിടുന്ന് വൈകുന്നേരം 9:00 അവിടെ 7:30 വരും. അങ്ങനെ ഇവിടുന്ന് വൈകുന്നേരം 9:00 വരെ പോകും. അവിടെ 7:30 വരും. വണ്ടിയുടെ ഫുൾ വ്യൂ ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇത്രയും വലിയ വണ്ടി ഈ വഴിയൊക്കെ ഓടിക്കാന്ന് പറഞ്ഞാൽ ഇതാണ് കാര്യമില്ല. ചേട്ടനൊക്കെ വോൾവോ 9600 മൾട്ടി ആക്സസ് വണ്ടി. നമുക്കത് ചാട്ടൊന്നും ഫീൽ ചെയ്തില്ല. നല്ല സ്മൂത്തായിട്ട് പോകാം. തെറ്റായിരുന്നു, അത്രയും സുഖമായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി മണാലി എത്തി ഗൈസ്. അപ്പൊ നമ്മൾ വന്ന വണ്ടി ഇതേ ലക്ഷ്മി ഹോളിഡേയ്സ് കേട്ടാ. നല്ല സർവീസ് ആയിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സർവീസ് ആയിരുന്നു സീരിയസ്. ഇത് നമ്മുടെ ഡ്രൈവർ ആണെങ്കിലും നല്ല കമ്പനി ആയിരുന്നു. ഞാൻ വണ്ടിയുടെ ഫുൾ വ്യൂ കാണിച്ചു തരാം കേട്ടാ. സീരിയസ്ലി പൊളിയായിരുന്നു കേട്ടോ. വന്നിറങ്ങിയപ്പോ തന്നെ നടക്കാൻ തുടങ്ങി. പൊളി. അതാണ് നമ്മുടെ വണ്ടി. ചേട്ടാ നമ്മുടെ ലഗേജ് ഒക്കെ എടുത്തോണ്ടിരിക്കുക കേട്ടോ. ഫസ്റ്റ് എടുക്കുന്നത് സംഭവം തന്നെ സംഭവം വെച്ചാൽ 2 കിലോ കൊണ്ട് വണ്ടിക്ക് ചാട്ടാ കുറവായിരിക്കും. അത്രയുള്ളൂ, സിമ്പിളാ. ഫൈനൽ നമ്മൾ മണാലി എത്തി ഗൈസ്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ഹലോ, താങ്ക് യു ഭയ്യ. അപ്പൊ സാധനമൊക്കെ എടുത്തോണ്ടിരിക്കുക. ഉടനെ നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ടില്ലല്ലോ. എങ്ങനെ നെക്സ്റ്റ് പ്ലാൻ? ജലീലിനെ വിളിക്കണം. ഓക്കെ, നമ്മുടെ ഇവിടെ മച്ചാനുണ്ട്, ജലീൽ മച്ചാനെ വിളിച്ചിട്ട് നമ്മള് നേരെ റൂമിലോട്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ എക്സ്പ്ലോർ മണാലി. നമ്മളങ്ങനെ മണാലി എത്തി, ഫ്രഷായി, എല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മുടെ അവിടെ ഈ മരത്തേൽ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഇവിടുത്തെ പൂത്തിക്കും എൻ്റെ പോലെ. എൻ്റെ രസം ഇത് കാണാൻ. ശരിക്കും അയ്യോ, പോവാണ് ഇങ്ങനത്തെ ട്രിപ്പൊക്കെ പോകണം. അമ്മ പൊളി. മഞ്ഞ് മഞ്ഞ് കിടക്കുക. ശരിക്കുള്ള സാധനങ്ങളാണെങ്കിൽ അത് മരം കാണാൻ കാണത്തില്ല, ബാക്കിൽ കാണിക്കാൻ പറ്റും. നോക്കട്ടെ, അതെ അവിടെ
കാണാൻ പറ്റുന്ന തരത്തില്ല. ഇതൊക്കെ മലയാ, മഞ്ഞുമലയാ. പൊളി. ഇതാണ് നമ്മുടെ ഡ്രൈവർ ഏട്ടൻ. നമ്മള് നേരെ കറങ്ങാൻ പോവാ. ചേട്ടൻ പൊളി ഡ്രൈവിംഗ് സ്കില്ലാ. പറപ്പിച്ച് വിടുക അങ്ങോട്ട്. സാധനം കിട്ടണം. आपका नाम? രാഹുൽ. രാഹുൽ ഭയ്യ. പ്രകൃതിയുടെ ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഇതാ. എന്ത് രസമല്ലേ കാണാൻ. ഫുഡ് കഴിക്കാൻ നിർത്തിക്കാൻ പറഞ്ഞതാ. ഫുഡ് കഴിക്കാനുണ്ട്. നമ്മള് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ തോന്നുന്നല്ലേ. ഗ്രീൻ മണാലി. എന്റെ രസമല്ലേ. വന്നിട്ട് ഞാൻ ഇപ്പൊ തന്നെ 100 തവണ പറഞ്ഞോളൂ എന്റെ രസമായിട്ട്. ഇതൊക്കെ ഒരു നദിയാട്ടോ. മഞ്ഞുരുക്കി വീഴുന്ന വെള്ള. ഇത് കണ്ടോ ഇവിടെയൊക്കെ ഫുള്ള്. പറഞ്ഞ കേട്ടല്ലോ, ഡ്രൈവ് കെയർഫുള്ളി ടു ലീവ് ജോയ്ഫുള്ളി. ഗൈസ്, നമ്മുടെ ഫുഡ് ഇത്ര നേരമായിട്ട് വന്നില്ല. കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കണു. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അവരോട് ഒന്ന് കഥയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. നല്ല വ്യൂ അല്ലേ, നല്ല രസമല്ലേ. നമ്മുടെ ഡ്രൈവർ ഏട്ടൻ്റെ കാറിനകത്ത് പാട്ടൊക്കെ ഇട്ടിരിക്കുന്നു. ഇങ്ങനെ ഫുഡ് വരട്ടെ. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ മഞ്ഞിന്റെ അകത്ത് കളിച്ചോണ്ടിരിക്കുക ഗായ്സ്. ഓ മോനെ, എന്റെ ഗായ്സ് സാധനം കണ്ടോ, സാധനം മഞ്ഞ് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ കണ്ടവായി ശ്രദ്ധിച്ചെന്നാ ഗായ്സ്. ശരിക്കും പൊളിയാ ഗായ്സ്. എന്റെ പൊന്നു, ഞങ്ങള് കൊറേ നേരം എൻജോയ് ചെയ്തു കേട്ടോ. ശരിക്കും പൊളി. വീഡിയോ എടുക്കാനോ തോന്നുന്നില്ല, സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ സ്ഥലവും ഇതൊക്കെ പൊളിയായിട്ട്. കുതിര ഗൈസ് എല്ലാം പൊളിയായിട്ട് വീഡിയോ സാധനം മറന്നു പോകും നമ്മള്. അയ്യോ ശരിക്കും അയ്യോ ഹാപ്പി എക്സ്ട്രീം അത്ര ഉള്ള പറയാളോ. എക്സ്ട്രീം അമ്പോ. അയ്യോ സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. ചേട്ടാ എവിടെ പോയി? ചേട്ടനെ മഞ്ഞങ്ങൾ കുളിപ്പിച്ച് അങ്ങോട്ട് വിട്ട്. അയ്യോ ഇത് നൈസ്. അമ്പോ भैया थैंक यू. वेलकम. आई खान पे सामान है. ഗൈസ്, ഓ മച്ചാൻ പൊളി ഡ്രൈവ്. ഫുൾ ട്രിപ്പ് ടോട്ടൽ എനിക്ക് ഫുൾ സാധനങ്ങൾ കേട്ടോ. അതുകൊണ്ടാണ് നല്ല ഷെയ്ക്കായിട്ട് എടുക്കാറ്. അയ്യോ ഇവിടുന്ന് സാധനങ്ങൾ എടുക്കാറുണ്ട്. ഭയ്യ ഡിക്കി ഓക്കെ. ഓക്കെ അപ്പൊ ഗൈസ് റൂമിൽ ചെന്നിട്ട് കാണാം. എല്ലാം കൂടെ പിടിക്കാൻ കഴിയും. ഓക്കെ, ഞങ്ങളിങ്ങനെ ഇവിടെ അടുത്ത അമ്പലത്തിനവിടെ എത്തി. നടന്നുകൊണ്ടിരിക്കുക. നല്ല വഴിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അയ്യോ നല്ല തണുപ്പുണ്ട്. പിന്നെ എന്തോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാ? അമ്പലത്തിൽ നടലായിരിക്കും അല്ലേ? അതേ തോന്നുന്നു. ഓക്കെ ഓക്കെ അമ്പോ, ഞങ്ങളിപ്പോൾ ഒരമ്പലം കണ്ടു. അടുത്ത അമ്പലത്തിലോട്ട് പോവാ. അടുത്ത അമ്പലം വേണം തോന്നുന്നു. കുറേ നടക്കണം. മ്യൂസിയം ഓഫ് ഹിമാചൽ കൾച്ചർ ഫോർട്ട് പോയാലോ? തോന്നുന്നു ഗൈസ്, ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. മഞ്ഞൊക്കെ എടുത്തിട്ടാ കളിക്കണം. എന്താ ഇങ്ങോട്ട് മഞ്ഞ. ഇത് അടുത്ത അതിഥികൾ പാവങ്ങൾ ഉറങ്ങും കേട്ടോ. ടെമ്പിൾ എവിടെ? താഴത്തോട്ട് പൈസ ഇതാ കേട്ടോ. മ്യൂസിയം ഓഫ് ഹിമാചൽ കൾച്ചർ ഓഫ് ഫോക്ക് ആർട്ട്.
ഇതിൻ്റെ മ്യൂസിയം ഒക്കെ കേട്ടോ. നമ്മൾ കയറി നോക്കുന്നൊന്നുമില്ല, നല്ല ടയേർഡായി. ചുമ്മാ എല്ലാം കാണാൻ വേണ്ടി വന്ന നമ്മളെ കാണാമല്ലോ. ഇന്ന് ഫുൾ കറക്കമായിരുന്നു. ഒറ്റ ദിവസം ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്തു. ഇതുകൊണ്ടേ ഇത് ഇതെന്നറിയോ, ഇത് മഞ്ഞിൻ്റെ വേള എന്തൊക്കെ കൊണ്ട് ഇട്ടേക്കുന്ന വിശ്വാസം വരുന്നതിനെ കാണിച്ചു തരാം. മഞ്ഞ, ശരിക്കും മഞ്ഞ വയസ്സ് കൈ വരെ എന്തോ പോലെ. നല്ല ആൾക്കാരുണ്ട്, പക്ഷെ മൊത്തം ഹിന്ദി ആൾക്കാരാണ്, മലയാളീസൊക്കെ കുറവാണ്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. ജൈൻറ്റ് വീൽ, എന്നിട്ട് സ്പ്രിങ് പോൽ സംഭവങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. വലിയ ഹൈറ്റ് ഒന്നുമില്ല, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. നമ്മുടെ നാട്ടിൽ നല്ല ഹൈറ്റില്ലേ, ഇതത്ര ഹൈറ്റ് ഒന്നുമില്ല. ഉണ്ടാ സംഭവം ഇത്രയൊക്കെ ഉള്ളൂ. ജൈൻറ്റ് വീൽ, സ്പ്രിങ് ആക്ഷൻസ്, പാരഡീസൊക്കെ സംഭവങ്ങൾ അങ്ങനെയൊക്കെ. ഇതേ മല, മഞ്ഞുമല കൊള്ളാല്ലേ. ഒരു കുഞ്ഞ് ചേർക്കാൻ അതിൻ്റെ വണ്ടനെ കയറിയിരിക്കുന്നു. നമ്മുടെ തൊട്ടിലാട്ടമൊക്കെ അവർ തീ പിടിക്കുന്നു. കുറച്ച് ചൂട് പിടിച്ചാലോ എന്തെങ്കിലും പറയൂ. भैया मैं भी ऐसे ना वीडियो എടുത്തേ കൈയൊക്കെ മരച്ചിരിക്കുവായിരുന്നേ. भैया आपका नाम क्या है? इधर है आपका स्थान, इधर है आपका नाम? नाम महेश। केरला में कहाँ से? कहाँ पर? कोटयम मालूम? कोची मालूम है मुझे, एर्नाकुलम हाँ ओके मालूम छोड़ है, मालूम है। तो नाम है इनका बना ले। आपका नाम क्या है भैया? नाम? आपका नाम बताओ। क्या करना देवराज है। ദേവരാജ്. ദേവരാജ് भैया. ഇവര് നമുക്ക് ചൂട് പിടിക്കാനൊക്കെ നമ്മൾ അനുവദിച്ചു കേട്ടോ. എന്തൊരു ആശ്വാസം വിചാരിച്ചു നോക്കിയപ്പോ. ശരിക്കും എപ്പോഴാ കയ്യൊക്കെ ഒന്ന് തണുക്കണേ. സമാധാനം. और रुक जा 2 मिनट गर्म थे बने। जय कृष्ण है ना तेरा नाम? എന്റെ പേര് ഞാൻ പറഞ്ഞു എടുത്തട്ടോ. भैया जा रहे. ओके थैंक यू सो मच फॉर दी हेल्प. आना कल आना है, कल आना कल मे बी आएगा. ओके थैंक यू भैया जाएगा. ओके थैंक यू. ഓ അവരുടെ അടുത്ത് നിന്ന് കുറച്ച് ചൂട് കിട്ടിയപ്പോൾ എന്തൊരു ആശ്വാസം അറിയോ. ശരിക്കും അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഈ തണുപ്പത്താണെങ്കിൽ ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആയി. ഭയങ്കര രസമായിരുന്നു അവിടെ ചൂട് കൊണ്ടപ്പോഴത്തേക്ക്. എന്തൊരു ആശ്വാസം. भैया मैं जा रहा. हम भी जा रहे हैं. हाँ ओके बाद में मिलता है. ഓക്കെ നമ്മൾ നൈറ്റ് ഫുഡ് വാങ്ങി ഇറങ്ങി കേട്ടോ. നല്ല തണുപ്പാ. അയ്യോ പകലും പൊളിയാ, രാത്രിയും പൊളിയാ. രാത്രിയാണെങ്കിൽ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ് കേട്ടോ. സീരിയസ്ലി പൊളിയാ. നമ്മൾ വാങ്ങാൻ വന്നിരിക്കുന്ന കട അത് ഇതാ കേട്ടോ. നമ്മൾ വാങ്ങാൻ വന്നിരിക്കുന്ന കട കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് ചപ്പാത്തി, ചില്ലി ചിക്കൻ, മോമോസ് ഇത് കഴിക്കാൻ വാങ്ങിക്കുന്നത്. നല്ല തണുപ്പുണ്ട്. അയ്യോ വേറെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ 2 ലെമൺ ടീയും ഒരു ബ്ലാക്ക് കോഫിയും പറഞ്ഞു. അപ്പോൾ ചില്ലി ചിക്കൻ ട്രൈ ചെയ്യാം. നമ്മുടെ അങ്ങനെ ലെമൺ ടീയും കോഫിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ലെമൺ ടീ ഒരാളാണ്. അയ്യോ ചേട്ടായുടെ കോഫി. ചേട്ടാ ഇപ്പോൾ പുറത്ത് സാധനം വാങ്ങാൻ പോയിക്കുന്ന. ഫസ്റ്റ് ടൈം കേട്ടോ മണാലി. ഞാൻ ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. ഹാപ്പിയാ. ചൂട് അയ്യോ ഹാപ്പിയാ. ചെറുതായിട്ട് ചെറിയ ജലദോഷമൊക്കെ പിടിച്ചു. ജലദോഷം നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഉണ്ടായിരുന്നു. ചൂട്
നമ്മുടെ നാട്ടിൽ അവിടുത്തെ ലെമൺ ടീ പോലാണെന്ന് അറിയത്തില്ല, നോക്കാം. കയ്പ, ഒത്തിരി കയ്പുണ്ട്, നാരങ്ങയുടെ തോന്നുന്നു. ചേട്ടൻ ബ്ലാക്ക് കോഫി നൈസായിട്ട് കുടിക്കുന്നല്ലേ. കൈ പിടിക്കാനുള്ള ഇടപോലില്ല. ബ്ലാക്ക് കോഫി മതിയായിരുന്നു. അല്ല കുഴപ്പമില്ല, രണ്ടും കണക്കാ. ഇതൊക്കെ കിട്ടിയ ഭാഗ്യ ഗൈസ്. ചില ഗ്രാമങ്ങളിൽ കട പോലും ഇല്ല. ഞങ്ങൾ നിന്ന സ്ഥല കൊള്ളാം. ചേട്ടൻ ബ്ലാക്ക് കോഫി സാധനം കിട്ടിയല്ലേ, ഫ്ലൈറ്റ് വാങ്ങാൻ പോയതാ. ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. വൈസ് നമ്മൾ സാധനമൊക്കെ വാങ്ങി. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പുറത്തോട്ട് പോവാ. പുറത്തോട്ടല്ല, റൂമിലോട്ട്. അത് പുറത്തല്ല മനുഷ്യ. പൂർ ഗൈസ്. അല്ല ബുക്ക് വിശക്കുന്നേ. ചേട്ടാക്ക് ബുക്കുണ്ടോ? ബുക്ക് 2 ബുക്കുണ്ട്. എൻ്റെ പൊന്നോ. ഓ രാത്രി ഇപ്പം ഫുൾ സൈലൻസ്. നമ്മുടെ ഇപ്പം ഡൽഹിയൊക്കെ ആണെങ്കിൽ ഈ സമയത്തും എന്നെ വണ്ടിയാണെന്നറിയോ, സൗണ്ട് കാരണം നമുക്കൊരു തൊള്ളി സമാധാനമില്ല. ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ് ഗൈസ്. അയ്യോ തണുത്തിട്ടേ സോക്സ് വരട്ടോണ്ടൊക്കെ ഇറങ്ങണേ. അമ്പോ ടാപ്പ്. ചേച്ചി സൈക്കിളിക്കാന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ്. ഓ അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ്, ഇവിടെ മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് മഞ്ഞ് നല്ല. ഓക്കെ താങ്ക് യു, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പം മഞ്ഞൊക്കെ ഒഴുകുന്നതുകൊണ്ട് നല്ല വെള്ളം കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞത്. വൈസ് ലൈറ്റൊക്കെ പോയി. അപ്പം ഞങ്ങളെ കുറ്റിയിട്ട് കഴിച്ച് ചെയിനൊക്കെ ഇട്ട് പൂട്ടി ഞങ്ങൾ പുറത്ത് പോയപ്പോ കണ്ട. ഓക്കെ, വേറെ വഴി വേണ്ടായിരുന്നു കേട്ടോ. ഞാനില്ലേ, ഞങ്ങളാണെങ്കിൽ ഞാൻ ഓർത്ത് ഫുഡൊക്കെ വാങ്ങാൻ പോയതിന് ഇവിടെ ഞങ്ങളെ പുറത്തിട്ട് പൂട്ടിയത്. ഇനി അന്തരേ. ഓക്കെ ഓക്കെ താങ്ക് യു ഭയ്യ. അമ്മോ അയ്യോ ചെറിയ വണ്ടിയാണ് സ്റ്റെപ്പൊക്കെ. തലയാണ് ഞാൻ നിവർന്ന് വന്ന തലയിടിക്കും. അത് ശരിയാട്ടോ. അമ്മോ സാറ്റിസ്ഫൈഡ്. അയ്യോ അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ റൂമിലെത്തി. നമുക്ക് ഏറ്റവും ബാൽക്കണി ആയിട്ട് റൂം കിട്ടിയേ. ചേട്ടാ സെറ്റ് ചെയ്ത് നോക്ക്, ഞാൻ പോരാ. വേറെ ഗൈസ് നമ്മുടെ ബാൽക്കണി. മഞ്ഞ് സ്നോഫാൾ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് ക്യാമറ കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ചെറിയ സ്നോഫാളൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാം. പക്ഷേ നമ്മളെ കൊണ്ടൊന്നും ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പ് പുറത്ത്. ഇപ്പം ഈ വീഡിയോ എടുക്കാൻ പോലും ഇത് കണ്ടോ, എന്തായാലും ക്യാമറ മനസ്സിലാവും എനിക്കറിയില്ല. ഫുള്ള് ഗ്രീൻസ് ആണല്ലോ, അതുണ്ടോ ഫുൾ ലൈറ്റ്. അവിടെയാണ് നമ്മൾ രാവിലെ മഞ്ഞ് കാണാൻ കേട്ടോ ക്ലിയറായിട്ട്. വലിയ ഇരുട്ടൊന്നുമില്ല. അയ്യോ കണ്ടോ മഞ്ഞ് കണ്ടോ അവിടെ ഇവിടെ. ഇപ്പം ഇനി രാത്രി ഇവിടെ ഫുള്ള് ഏകദേശമൊക്കെ മഞ്ഞൊക്കെ കുറയും. രാവിലെ ആകുമ്പോൾ പിന്നെയും
ഇവിടെ ഫുൾ മഞ്ഞാവും. ഇത് അവിടെയൊക്കെ മഞ്ഞ, അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കണ്ടാവും വെള്ള കളറ്, അത് മഞ്ഞ. ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് കുറേ വീഡിയോസ് വന്നിട്ടുണ്ട്. പലതും പല ടൈമിൽ പല രീതിയിലൊക്കെ എടുത്തേക്കണേ. ശരിയായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വ്ളോഗ് ഇവിടെ എൻ്റെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.